ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു പൊതിച്ചോറ് പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കാൻ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് തന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്ക് പുരട്ടിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, വേവ് കുറവാണല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് മൂടി വെച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചമ്മന്തി അരക്കണം. അപ്പോൾ പച്ചമാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. പച്ചമാങ്ങയും തേങ്ങയും കാന്താരിമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓംലേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഉള്ളിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഓംലെറ്റാണ് കേട്ടോ. അപ്പോൾ അതും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുക് തൂമിച്ചിട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒരു ക്യാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പൊതിച്ചോറ് കിട്ടിയാലോ. അപ്പോൾ അത് വാഴൻ്റെ ഇലയിലേക്ക് നല്ല അടിപൊളി ചൂട് ചോറ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ബ്രദറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം ചോറ് അവനക്ക് കൊടുക്കുന്നുണ്ട്, അവനക്ക് വർക്കിനുണ്ടാവാനുള്ളതാണ്. പിന്നെ അതിലേക്ക് ക്യാബേജ് ഉപ്പേരിയായിട്ട് ഫസ്റ്റ് തന്നെ വെച്ച് കൊടുക്കണേ. അപ്പോൾ അത് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്ക് പുരട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പച്ചമാങ്ങ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ പച്ചമാങ്ങ ഉപ്പും മുളക് പൊടി വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടിട്ട് അവരുണ്ടാക്കിയ ഒരു ഐറ്റം കേട്ടോ. അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ഉണ്ടാക്കിയ നാരങ്ങാച്ചാറാണ് കേട്ടോ. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓംലെറ്റാണ് കേട്ടോ. പൊതിച്ചോറിലെ ഹൈലൈറ്റ് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് കേട്ടോ നമ്മളെ പൊതിച്ചോറിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പൊതി കെട്ടാം കേട്ടോ. അപ്പോൾ എനിക്ക് പൊതി കെട്ടാൻ വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്കറിയണമാതിരി ഒരു തട്ടിക്കൂട്ട് കെട്ടലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രദറിനുള്ളതിനെ കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇതിൽ കെട്ടാം. കുറേ നേരം ഇരിക്കാനുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ നല്ല പേപ്പറിലൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ട് അവനക്ക് കടകൾക്ക് വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ടും നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമായപ്പം ഒന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ പൊതിച്ചോറിൻ്റെ ആ ഒരു മണം, ആ കാണലൊക്കെ കൂടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഐറ്റംസ് ആയാലും രണ്ട് ഐറ്റംസ് ആയാലും നമ്മൾ പൊതിച്ചോറ് കഴിക്കുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അഴിച്ച് കഴിഞ്ഞ് നമുക്ക് തിന്നണം. അപ്പോൾ ഫസ്റ്റ് തന്നെ മോള് കുറേ നേരമായിട്ടോ അവൾക്ക് ഇങ്ങനെ വിശക്കണ് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾ തന്നെ ആദ്യം തന്നെ തിന്നായിരുന്നു. അപ്പോൾ ഓൾക്ക് ചെറിയ പൊതി ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പൊതി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് പപ്പടം കിട്ടിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ അമ്മ പപ്പടം പൊരിക്കണേ. അപ്പോൾ ഞാൻ പപ്പടം എടുത്തു. മീനും കിട്ടിയിട്ടുണ്ടായിട്ടോ. പക്ഷേ മീൻ വീട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാ ഐറ്റംസും കറികളും മുട്ട പൊരിച്ചതും എല്ലാം കൂടി അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് പറഞ്ഞാൽ വേറെ വൈബ് തന്നെയാണ് കേട്ടോ. അത് തിന്നാൽ തന്നെ അതിൻ്റെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഓക്കെ, ബൈ.